ഹായ് ഗായ്സ്, എൻ്റെ പുതിയ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഗൂഡല്ലൂരാണ്. ഗൂഡല്ലൂർ ഏർലി മോർണിംഗ് ഏകദേശം 6 മണിയാകുമ്പോഴാണ് ഞാനും എൻ്റെ ഫ്രണ്ടും അവൻ്റെ ഫാമിലിയും ഗൂഡല്ലൂർ എത്തിയത്. ഇത് നിങ്ങളിപ്പോൾ കാണുന്നത് എന്ന് വെച്ചാൽ ഗൂഡല്ലൂർ ടൗൺ ആണ്. പക്ഷെ നമുക്ക് ഗൂഡല്ലൂരിൽ നിന്ന് കുറച്ചും കൂടി കിലോമീറ്റേഴ്സ് അപ്പുറത്താണ് അവൻ്റെ വീട്. അപ്പോൾ ഗായ്സ്, ഇവിടെയാണ് അവൻ്റെ വീട്. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന ഈ വീടാണ് അവൻ്റെ വീട്. നല്ല അടിപൊളി വ്യൂ ആണ് ഗൈസ്. ഇവിടെ നിന്ന് താഴെ കൊടും കാടാണ്. കാടിനുള്ളിൽ ഫുള്ള് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മോർണിംഗ് തന്നെ ഒരു കോഫിയൊക്കെ കുടിച്ച് നല്ല സെറ്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഗൈസ്, നിങ്ങൾക്ക് വീട്ടിനുള്ളിൽ ഇതാണ് ഞാൻ സ്റ്റേ ചെയ്യുന്ന റൂം. ഇവിടെ കുറച്ച് ആർട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. തണുപ്പെന്ന് പറയുമ്പോൾ എന്താ പറയുക, ജാക്കറ്റൊക്കെ നിർബന്ധമൊന്നുമല്ല. ബട്ട് എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാൽ ഉറങ്ങുന്ന സമയത്ത് എന്തായാലും ഷർട്ട്ലെസ് ആയിട്ടൊന്നും ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇത് ആ വീട്ടിൻ്റെ മുകളിലേക്ക് കയറിപ്പോകുന്ന കോണിയാണ്. ഇവിടെ കുറച്ച് ബുക്സുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വെച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് അതിൻ്റെ ഓപ്പോസിറ്റുള്ള പുറത്തേക്കുള്ള വ്യൂ ആണിത്. ഇവിടെ ചില ഭാഗങ്ങളിൽ ഫുൾ ഭയങ്കര കൊക്കയാണ്. ഇങ്ങനെ ഞങ്ങൾ വരുന്നതിന് ഒരാഴ്ച മുമ്പ് ആനയൊക്കെ ചവിട്ടി കൊന്നിട്ടുണ്ടായിരുന്നു ഒരാളെ. ഈ നെല്ലിയാങ്കോട്ടം എന്ന് പറയുന്നതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഇവിടുന്ന് 17 കിലോമീറ്ററാണ് ഗൂഡല്ലൂർ ടൗണിലേക്കുള്ളത്. ഈ വൈറ്റ് ഷർട്ടിട്ട് നിൽക്കുന്നവരാണ് എൻ്റെ ഫ്രണ്ട് ശ്രീധർ. ഇതൊക്കെ അവൻ്റെ അവിടെയുള്ള ഫ്രണ്ട്സാണ്. ഇത് ഞങ്ങൾ ഗ്രൗണ്ടിന് മുകളിലുള്ള ആ ഒരു സ്ഥലത്തിൻ്റെ വ്യൂ ആണ് ഗൈസ്. ഇതിനടുത്ത് ഒരു സ്കൂളും പിന്നെ ഇതിനപ്പുറത്താണ് മെയിൻ ഗ്രൗണ്ട് ഉള്ളത്. അവിടെ നിന്നാണ് ഇവിടുത്തെ കുട്ടികളൊക്കെ ഫുട്ബോൾ, ക്രിക്കറ്റ് കാര്യങ്ങളൊക്കെ കളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് കളിക്കാൻ പോകുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് അവൻ സംസാരിക്കുകയാണ്. ഇത് അതിൻ്റെ താഴെ, അതായത് ഗ്രൗണ്ടിന് താഴെ നമ്മൾ കുറച്ച് നടന്നിട്ടാണ് കയറിയത്. അവിടുത്തെയും പിന്നെ ആ ഒരു ടൗണിൻ്റെയൊക്കെ വ്യൂ ആണ് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതൊരു ചെറിയ ടൗണാണ്. ഇവിടെ എന്ന് വെച്ചാൽ അധികം ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. ഇവിടെയുള്ള ഏക ഒരു റെസ്റ്റോറൻ്റാണ്. ഞാൻ വരുന്നതിന് കുറച്ച് ദിവസം മുമ്പാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നല്ല ചായ, പിന്നെ അൽഫാമാണ് മെയിനായിട്ടുള്ളത്, പിന്നെ ബ്രോസ്റ്റ്, ഇങ്ങനെ 3 ഐറ്റംസ് മാത്രമേ ഇവിടെയുള്ളൂ. അതും ഒരു ഉച്ചയൊരു ടൈമൊക്കെ ആകുമ്പോഴാണ് ഇത് ഓപ്പൺ ആകുക. അപ്പോൾ നമ്മളിവിടുന്ന് ചായയൊക്കെ കഴിച്ച് പിന്നെ ഇതാണ് ഗൈസ് ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടിനെ ചുറ്റും എന്ന് പറഞ്ഞാൽ ഭയങ്കര കാടാണ്. നമ്മളിപ്പുറത്ത് ഫുട്ബോളും അപ്പുറത്ത് ക്രിക്കറ്റ് കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട്. ഇതാണ് ഗൂഡല്ലൂരിലെ എൻ്റെ ഒരു വ്യൂ. അപ്പോൾ തിരിച്ച് വരുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി. ഞാൻ മാനന്തവാടിയിലേക്ക് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് KSRTCൻ്റെ ഗ്ലാസ് പൊട്ടിപ്പോയി. താങ്ക് യു.